നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പെരുന്നാൾ അവധികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ പ്രവാസികളുടെ കുത്തൊഴുക്കാണ് കാണുവാൻ സാധിക്കുന്നത്. ഇതോടെ വിമാന കമ്പനികൾ മത്സരിച്ച് നിരക്കുയർത്താൻ തുടങ്ങിയിരിക്കുകയാണ്. പിന്നാലെ നാട്ടിലേക്ക് പോകാൻ കഴിയാതെ സാധാരണക്കാരായ പ്രവാസികൾ നെട്ടോട്ടമോടുന്നു. നാട്ടിലേക്കുള്ള നേരിട്ടുള്ള വിമാനങ്ങളിൽ സീറ്റ് കിട്ടാനില്ല. പിന്നെയുള്ള കണക്ഷൻ വിമാനങ്ങളിലാകട്ടെ 6 ഇരട്ടി നിരക്കുമാണ് ഈടാക്കി വരുന്നത്. കോവിഡ് മൂലം നാട്ടിലേക്ക് പോകാൻ കഴിയാതെ വിഷമിച്ച പലരും ഈദ് ആഘോഷിക്കാനെങ്കിലും നാട്ടിൽ പോകാമെന്ന് കരുതിയെങ്കിലും അതിനും കഴിയാതെ വിഷമിക്കുകയാണിപ്പോൾ. UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ സീറ്റില്ല. ചില വിദേശ എയർലൈനിൽ പരിമിത സീറ്റ് ലഭ്യമാണെങ്കിലും 6 ഇരട്ടി തുക നൽകേണ്ടി വരുന്നു. മറ്റു രാജ്യങ്ങൾ വഴി കണക്ഷൻ വിമാനത്തിൽ പോകുകയാണെങ്കിലും ഏതാണ്ട് ഇതേ നിരക്ക് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. UAE-യിൽ പെരുന്നാളിന് 9 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത പലരുടെയും കൈപ്പൊള്ളുന്ന അവസ്ഥയാണുള്ളത്. 5 ഇരട്ടി വരെയായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വർധന. ഇന്നലെ ടിക്കറ്റിനായി സമീപിച്ചവരോട് 2550 ദിർഹം, അതായത് 53,126 രൂപ മുടക്കാനുണ്ടെങ്കിൽ ഒരു വൺ വേ ടിക്കറ്റ് ഒപ്പിക്കാമെന്നായിരുന്നു ട്രാവൽ ഏജന്റുമാരുടെ മറുപടി. 10 ദിവസം വരെ 350 ദിർഹത്തിന്, അതായത് 7291 രൂപ ലഭിച്ചിരുന്നു. മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ, കൊളംബോ തുടങ്ങിയ സ്ഥലങ്ങൾ വഴി കണക്ഷൻ വിമാനത്തിന് 2100 ദിർഹത്തിന്, അതായത് 43,751 രൂപ മുകളിലാണ് ശരാശരി നിരക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.